നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല ഇത് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹെലികോപ്റ്ററിൽ അവരെ ലിഫ്റ്റ് ചെയ്യുകയാണ്, എയർ ലിഫ്റ്റ് ചെയ്താണ് മാറ്റുന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ ഡ്രാഗൺ പേടകം, സ്പേസ് എക്സിന്റെ ഒക്കെ ഡ്രാഗൺ പേടകത്തെ നേരിട്ട് പൊക്കി ഷിപ്പിലേക്ക് മാറ്റുന്ന കാഴ്ച കണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഈ പേടകത്തിൽ നിന്നും ഈ 4 പേരെയും പുറത്തേക്ക് ഇറക്കി ആദ്യം ഒരു റാഫ്റ്റിംഗ് ബോട്ടിലേക്ക് മാറ്റുന്നു. ആ ബോട്ടിനടുത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നു. അത് US നേവിയുടെ ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റ് ചെയ്ത് ഇനി ഷിപ്പിലേക്ക് മാറ്റുകയാണ്. അതാ ഇപ്പോൾ ആദ്യത്തെ ആളെ മാറ്റി കൊണ്ടുപോവുകയാണ്. ഈ പറയുന്ന 4 പേരും ഇപ്പോൾ നേരത്തെ റാഫ്റ്റിംഗ് ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് ഒരാളെ പൊക്കി ഇപ്പോൾ എയർ ലിഫ്റ്റ് ചെയ്ത് ഷിപ്പിലേക്ക് മാറ്റുകയാണ് ഈ ഹെലികോപ്റ്റർ. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിലത്തെ ഈ വീണ്ടെടുക്കൽ പ്രക്രിയ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ വന്നിരിക്കുന്നു. അതിൽ രണ്ടാമത്തെ ആളെ ഇപ്പോൾ എയർ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അസാധാരണമായ കാഴ്ചയായി മാറുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട ഈ ഫാൽക്കൺ പോലുള്ള അല്ലെങ്കിൽ ഡ്രാഗൺ പോലുള്ള പേടകത്തെ, സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തേക്ക് നമ്മൾ സുനിത വില്യംസും ഒക്കെ തിരികെ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ശുഭാംശു ശുക്ല തിരികെ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെയായിരുന്നില്ല. റിക്കവറി നേരിട്ട് ആ പേടകത്തെ എടുത്തുയർത്തി അത് ഷിപ്പിലേക്ക് മാറ്റുന്നതാണ് കണ്ടതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യം റാഫ്റ്റിംഗ് ബോട്ടിലേക്ക് ഇവരെ മാറ്റുന്നു. അതിനുശേഷം റാഫ്റ്റിംഗ് ബോട്ടിൽ നിന്ന് ഓരോരുത്തരെയായി എയർ ലിഫ്റ്റ് ചെയ്ത്, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർ ലിഫ്റ്റ് ചെയ്താണ് ഇവരെ മാറ്റുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരു കാഴ്ചയായി, നമ്മൾ കാണാത്ത അപൂർവ കാഴ്ച, അസാധാരണമല്ല അപൂർവ കാഴ്ചയായി ഇത് മാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാറ്റിയ ശേഷം ഷിപ്പിൽ വെച്ചാണ്, അത് USS മുത്തൂർ എന്ന് പറയുന്ന അമേരിക്കൻ ഷിപ്പാണ്, നേവി ഷിപ്പാണ്. ആ ഷിപ്പിൽ വെച്ചാണ് ഇതിന്റെ കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുക. എന്തായാലും ഇതൊരു അപൂർവ കാഴ്ചയായി മാറുന്നു. മറ്റ് ദൗത്യങ്ങളിൽ കാണാത്തൊരു കാഴ്ചയായി ഇത് മാറുകയാണ്. എന്തായാലും ചാന്ദ്ര ദൗത്യം ആർട്ടിമിസ് 2-ന്റെ മെമ്പർമാർ ഓരോരുത്തരായി, അത് വിക്ടർ ഗ്ലോവർ ആയാലും ഇതാ അടുത്തയാളെ നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവാം. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുകയാണ്. രണ്ടാമത്തെ ക്രൂ മെമ്പറേയും ഇപ്പോൾ എയർ ലിഫ്റ്റ് ചെയ്ത് ഷിപ്പിലേക്ക് മാറ്റുകയാണ്, കപ്പലിലേക്ക് മാറ്റുകയാണ്. ഇനി 2 പേർ കൂടി മാറാനുണ്ട്. അവർ ഇപ്പോൾ റാഫ്റ്റിംഗ് ബോട്ടിൽ തുടരുകയാണ്. 2 പേരെ ഇപ്പോൾ ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതിലായിരിക്കും കൂടുതൽ അടുത്ത് നമുക്ക് ഈ ദൗത്യ സംഘാംഗങ്ങളെ കാണാൻ കഴിയുക. ഷിപ്പിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ അല്പ സമയത്തിനകം ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ആളെ കൊണ്ടുവരാൻ അടുത്ത ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു. 4 ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് US നേവി. അവിടെ മൂന്നാമത്തെ ആളെ എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. നമുക്ക് കാണാം തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാം. അപൂർവമായ ഒരു റിക്കവറി ഓപ്പറേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്പേസ് എക്സിന്റെ